ഹായ് ഓൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള PYQ സീരീസിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടുത്തൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇതെല്ലാം ശരിയാണ് കേട്ടോ. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. നാണു ആശാൻ അതെ, ശ്രീനാരായണ ഗുരു. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇതെല്ലാം ശരിയാണ്. ഈ നവോത്ഥാന നായകന്മാരെക്കുറിച്ചുള്ള ക്ലാസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് നല്ലതുപോലെ കാണണം. ഒരു പോയിന്റ് പോലും വിടാതെ പഠിച്ചോണം. കാരണം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്കതിന് ആൻസർ ചെയ്യാൻ സാധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. മരുതം, പാലൈ, മുല്ലൈ, നെയ്റ്റൽ. മൃഗസംരക്ഷണം, ഉപ്പ് നിർമ്മാണം, തണ്ണീർത്തടം, കൃഷി, കൊള്ളയടിക്കുക. അതായത് പഴയകാലത്തെ ഭൂപ്രദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇവയെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. പാലൈ, മുല്ലൈ, നെയ്തൽ, മരുതം എന്നിങ്ങനെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാച്ച് ദ ഫോളോയിങ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഒന്ന് ചെയ്ത് നോക്കാം. നോക്കിക്കേ, മരുതം എന്താണ്? അത് തണ്ണീർത്തടം കൃഷിയാണ് സൂചിപ്പിക്കുന്നത്. മരുതം അപ്പോൾ സി ആണ് വരുന്നത്. അടുത്തതാണ് പാലൈ എവിടെയാണ്? അത് കൊള്ളയടിക്കുന്നു എന്നുള്ളതാണ് പാലൈൻ്റെ കൊള്ളയടി സംഘങ്ങളൊക്കെ. മുല്ലൈ മൃഗസംരക്ഷണം, കന്നുകാലി വളർത്തൽ, അതൊക്കെയായിരുന്നു മുല്ലൈ. ദെൻ നെയ്തല് വരുന്നത് ഉപ്പ് നിർമ്മാണം, തീരപ്രദേശമാണ് നെയ്തലിൽ വരുന്നത്, ഉപ്പ് നിർമ്മാണം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത്. ആരാണ് ഇത് വാദിച്ചത്? ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? 1 ജമാഅത്തെ ഇസ്ലാമി, 2 RSS, 3 ആനന്ദ് മാർഗ്, 4 മാവോയിസ്റ്റ് CPML. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം നിരോധിച്ചവയാണ് അടിയന്തരാവസ്ഥ കാലത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവയിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? ലാഹോർ ഗൂഢാലോചന കേസ് എന്നാണ് 1931 മാർച്ച് 23. ഈ താഴെ പറയുന്നവരിൽ ആരൊക്കെയാണ് തൂക്കിലേറ്റിയതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, രാജ്ഗുരു, ദെൻ സുഖദേവ് ഉണ്ട് കേട്ടോ. അപ്പോൾ രാജ്ഗുരു ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആര്? ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി, രാമചന്ദ്ര ഗുഹയാണ്. രാമചന്ദ്ര ഗുഹ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തെറ്റാണല്ലേ? രക്തരൂഷിതമായ ഞായർ, തെറ്റാണത്. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. അത് ശരിയാണ്. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. തെറ്റാണ്. അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് തെറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. 2 and 4 ആണ് തെറ്റായിട്ടുള്ള ഉത്തരങ്ങൾ. അപ്പോൾ ഇവിടെ ശരി, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ. ദെൻ 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നത്. ഓക്കെ, 9ഉം 10ഉം ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? എ, ഇന്ത്യയിലെ വലിയ സമതലങ്ങൾ, ബി, പശ്ചിമഘട്ടങ്ങളും പടിഞ്ഞാറൻ തീരസമതലങ്ങളും, സി, ഹിമാലയൻ പ്രദേശം, ഡി, പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്, പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. അടുത്ത ക്വസ്റ്റ്യൻ,
താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്കുമലകൾ രൂപം കൊള്ളുന്നത്. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്കുമലകൾ രൂപപ്പെടുന്നത്. നമ്മളോട് ശരിയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. യൂറാലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകളുടെ ഉദാഹരണമാണ്. ഇവയെല്ലാം ശരിയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്കുമലകൾ രൂപപ്പെടുന്നത്. യുറാലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകളുടെ ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്തവിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹീലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. ജൂലൈ 4-നോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ളത്. അടുത്തത്, വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലേക്ക് ചായ്വാണ്. നമ്മുടെ ഉത്തരം എന്താണ്? ഇവയെല്ലാം ശരിയാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഇവയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പാമ്പാടും ചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി ഇടുക്കിയാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണികകളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8-ന് പേസ് എന്നു പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസ് എന്നാൽ എന്താണ് പേസ് എന്നാൽ? പ്ലാങ്ക്ടോൺ, എരോസൽ, ക്ലോഡ്, ഓഷ്യൻ എക്കോസിസ്റ്റം എന്നാണ്. നോക്കിക്കേ, പ്ലാങ്ക്ടോൺ, എരോസൽ, ക്ലോഡ്, ഓഷ്യൻ എക്കോസിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, GST കുറിച്ച് താഴെ പറയുന്നവയിൽ തെറ്റ് ഏതാണ്? GST കുറിച്ച് തെറ്റാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, GST കൗൺസിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. തെറ്റാണല്ലേ, അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. പരോക്ഷ നികുതി സംബന്ധിച്ച് കെൽക്കർ ടാക്സ് ഫോഴ്സ് ആദ്യമായി ഇന്ത്യയിൽ രാജ്യവ്യാപകമായി GST എന്ന ആശയം മുന്നോട്ട് വച്ചു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ. തെറ്റാണ്. അപ്പോൾ ഇതിൽ തെറ്റ് ഏതൊക്കെയാണ്? ഓപ്ഷൻ 1 and 3 ആണ്. ഇപ്പം ബി ഒൺലി 1 and 3 എന്നുള്ളതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. ശരിയാണ്. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. ശരിയാണ്. MPCയിൽ 7 അംഗങ്ങളാണുള്ളത്. അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ എന്താണ്? ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്താണ്? അത് ഓപ്ഷൻ എ നോക്കിക്കേ, വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റിനും ഉണ്ടാകുന്ന മാറ്റമാണ് ഓട്ടോമാറ്റിക്കൽ ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ. എന്താണ്? വരുമാനത്തിൻ്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെൻറ് ട്രാൻസ്ഫർ പേയ്മെൻറ്റിനും ഉണ്ടാകുന്ന മാറ്റമാണ് ഓട്ടോമാറ്റിക്കൽ ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? നോക്കാം. ഗ്രോസ് നാഷണൽ ഇൻകം GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് ലഭിക്കേണ്ടാവുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദി വേൾഡിന് നൽകേണ്ട പ്രൈമറി വരുമാനം. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്തത്, ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ എന്നുള്ളതും ശരിയാണ്. അടുത്തത്, ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സ് ആയും ഫൈനൽ കൺസപ്ഷനായും തരംതിരിക്കാം. ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. എല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഫിസിക്കൽ ഡെഫിസിറ്റ്
ആണ് ഡാഷ്. എന്താണ് അത്? ഓപ്ഷൻ സി 5.8% ആണ്. 5.8%. അടുത്ത ക്വസ്റ്റ്യൻ, 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? 1949 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? ഓപ്ഷൻ സി പൗരത്വമാണ് ഉത്തരം കേട്ടോ, പൗരത്വം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലിക അവകാശം? ആർട്ടിക്കിൾ 17. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഓപ്ഷൻ ബി 1971. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൻ്റെ കൺകറൻറ്റ് ലിസ്റ്റിലുള്ളത്? താഴെ പറയുന്നവയിൽ ഏതാണ് 7ാം ഷെഡ്യൂളിൻ്റെ കൺകറൻറ്റ് ലിസ്റ്റിലുള്ളതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ് സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ്? ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ ആയിരുന്നു ആ സമയത്ത് ഈ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്രാന്തി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഈ ക്രാന്തി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇലക്ട്രോണിക് വ്യവസായത്തിൻ്റെ ഓട്ടോമേഷൻ, ഓപ്ഷൻ ബി സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി, ഓപ്ഷൻ സി ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് ആക്സസ് ആൻഡ് ഓപ്ഷൻ ഡി സോളാർ ഇലക്ട്രിക് പദ്ധതി. ഈ ക്രാന്തി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറിയാണ് ഈ ക്രാന്തി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലോക്സഭാ സ്പീക്കർ, ബി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, സി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആൻഡ് ഡി ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. അപ്പം കമ്മിറ്റിയിലെ അംഗം ആരാണെന്നുള്ളതിനുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? ഓപ്ഷൻ സി ആണ്, കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. എവിടെ? കേന്ദ്ര സർക്കാരിൽ. ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കിക്കോ. ഉപഭോക്തൃ സംരക്ഷണത്തിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് ഒരുപാട്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി അല്ലാത്തത്? സംസ്ഥാന സെൻട്രൽ പബ്ലിക് രണ്ടും ഉണ്ട്, സ്റ്റേറ്റും ഉണ്ട് സെൻട്രലും ഉണ്ട് സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എ എന്താണ്? ഓപ്ഷൻ എ ആണ്, പബ്ലിക് സർവീസ് കമ്മീഷനുകൾ ഉപദേശക സ്ഥാപനങ്ങളാണ്. ബി പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമേ നീക്കം ചെയ്യാൻ കഴിയൂ. സി കമ്മീഷൻ അംഗത്തിൻ്റെ സേവന കാലാവധി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഡി സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമ
നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. അപ്പോൾ ഇവിടെ തെറ്റായിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് ഒറ്റ കോടതി തന്നെ മനസ്സിലാകും അല്ലേ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. ഒരിക്കലും കഴിയില്ല അല്ലേ? സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാൻ കഴിയില്ല. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനും സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനും എന്താണ്? ഭരണഘടനാ സ്ഥാപനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? 2011. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം. ഇന്ത്യയുടെ രത്നം എന്നാണ് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. ഏത് സംസ്ഥാനത്തെയാണ്? ഓപ്ഷൻ ഡി, മണിപ്പൂരാണ് നമ്മുടെ ഉത്തരം. മണിപ്പൂരിനെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ രത്നം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയായിരുന്നു ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം അദ്ദേഹവുമായി ബന്ധപ്പെട്ടതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എൻ വി കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനോവയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? എൻ വി കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ഓപ്ഷൻ ബി ആണ്, ശോണിതപുരം. ഓപ്ഷൻ ബി, ശോണിതപുരം. ഒരു റയർ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം. എൻ വി കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമമായിരുന്നു ശോണിതപുരം. അടുത്ത ക്വസ്റ്റ്യൻ, 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്? 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ്, എം ടി വാസുദേവൻ നായരാണ്. ഓപ്ഷൻ ബി, എം ടി വാസുദേവൻ നായരായിരുന്നു ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത്. മലയാളത്തിൽ ആകെ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? 6 പേർക്ക്. ഏറ്റവും അവസാനം കിട്ടിയത് ആർക്കാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അടുത്ത ക്വസ്റ്റ്യൻ, ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ആരാണ് ജ്ഞാനപ്പാനയുടെ രചയിതാവ്? ഓപ്ഷൻ ഡി, പൂന്താനം നമ്പൂതിരി. പൂന്താനം ജ്ഞാനപ്പാന. അടുത്ത ക്വസ്റ്റ്യൻ, പരമ്പരാഗത നാടോടി നൃത്തമായ ഗൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം? ഗൂമർ പാട്ടൊക്കെ ഉണ്ട്. പരമ്പരാഗത നാടോടി നൃത്തമായ ഗൂമർ ഏതാണ്? രാജസ്ഥാനിലെ നൃത്തരൂപമാണ് അല്ലേ ഗൂമർ. അടുത്ത ക്വസ്റ്റ്യൻ, ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? 1955 മെയ് 11. 1955 മെയ് 11. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്? ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ഓപ്ഷൻ എ ആണ് ഉത്തരം, ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, മിലാനും കോർട്ടിന ഡി ആംബെസോയും. മിലാനും കോർട്ടിന ഡി ആംബെസോയും എന്നതാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വതന്ത്രമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ശോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത്, സത്യത്തിൻ്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. എന്താണ് ഇത്? ഏത് സാഹിത്യകൃതിയിലെ വരികളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, ഗീതാഞ്ജലിയാണ്. ഓപ്ഷൻ സി, ഗീതാഞ്ജലിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ഇൻപുട്ട് ഉപകരണമാണ് എന്താണ്? സ്കാനറാണ് ഇൻപുട്ട് ഉപകരണം. അടുത്തതാണ് ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. എന്താണ്? വേഡ് പ്രോസസ്സർ, വിൻഡോസ്, ലിനക്സ്, യൂണിക്സ്. ഇതിലൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയതാണ് അത് വേഡ് പ്രോസസ്സാണ്. വേഡ് പ്രോസസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ
ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് അത്? ഓപ്ഷൻ സി വാൻ ആണ്. ഓപ്ഷൻ സി വാൻ. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്ത് വ്യാപിച്ച് കിടക്കുന്ന ശൃംഖലയെ വാൻ എന്നാണ് വിളിക്കുന്നത്. WAN. അടുത്തത് ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഓപ്ഷൻ ബി ബ്രൗസർ. അടുത്ത ക്വസ്റ്റ്യൻ, IT ആക്ട് നിലവിൽ വന്ന വർഷം. IT ആക്ട് നിലവിൽ വന്നത് ഓപ്ഷൻ ഡി 2000. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം. സൂര്യൻ്റെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയമാണ് 8.3 മിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ സി ആണ് കണികാ ഭൗതിക ഗവേഷണം. ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൻ്റെ പ്രാഥമിക ലക്ഷ്യമാണ് കണികാ ഭൗതിക ഗവേഷണം. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജ ഉൽപാദനം ഡാഷ് വഴിയാണ്. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജ ഉൽപാദനം ഓപ്ഷൻ ഡി അണുസംയോജനം വഴി. സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ്ജ ഉൽപാദനം എങ്ങനെയാണ്? അണുസംയോജനം വഴി. അടുത്ത ക്വസ്റ്റ്യൻ, ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നും ഊർജ്ജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ്? ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നും ഊർജ്ജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ്? അത് ഓപ്ഷൻ ബി കോശശ്വസനം വഴിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടക്കുന്നത്? COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടക്കുന്നത് ഏത് നഗരത്തിലാണ്? ഓപ്ഷൻ ഡി ദുബായ്, UAE. അടുത്ത ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വൺ മസ്റ്റ് ഡു ഡാഷ് വർക്ക്. വൺ മസ്റ്റ് ഡു ഓപ്ഷൻ സി ആണ് ഉത്തരം വൺസ് വർക്ക്. വൺ മസ്റ്റ് ഡു വൺസ് വർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അക്വൈൻറ്റൻസ് എന്നുള്ളതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫോർ ദ ഫോളോയിങ്. റൈസിംഗ് എയർ ടെമ്പറേച്ചേഴ്സ് dash the physical nature of our ocean. Rising air temperatures dash the physical nature of our ocean. Option C affect ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ സിനോണിം ഓഫ് വെനറേറ്റിൻ്റെ സിനോണിം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം റെസ്പെക്റ്റ്. ഓപ്ഷൻ എ ആണ് ഉത്തരം വെനറേറ്റ്, റെസ്പെക്റ്റ്. ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഫോർ എമാസിയേഷൻ. ഇമാസിയേഷൻ്റെ ആൻറ്റോണിം ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ഇൻവിഗോറേഷൻ ആണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ പെയർ ഓഫ് റിലേറ്റഡ് വേർഡ്സ് ബ്ലറേഡ് ആൻഡ് കൺഫ്യൂസ്ഡ് റിലേറ്റഡ് ടു വേർഡ്സ്. ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് മിഡിൽഡ് അൺക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ്സ് റെയിൻ ഓർ സ്നോ ഈസ് കോൾഡ്. എ ലാർജ് ഡാർക്ക് ഗ്രേ ക്ലൗഡ് ദാറ്റ് ബ്രിങ് റെയിൻ ഓർ സ്നോ ഈസ് കോൾഡ്. എന്താണ് അത്? നിംബസ് ആണ്. നിംബസ് ക്ലൗഡ്സ്, നിംബസ് മേഘങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇഡിയം ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് മീൻസ്. ടു ഹാവ് ആൻ ആക്സ് ടു ഗ്രൈൻഡ് മീൻസ് എന്താണ്? ഓപ്ഷൻ ഡി ആണ് ടു ഹാവ് എ സെൽഫിഷ് ഇൻട്രസ്റ്റ് ടു സെർവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ഡാഷ് ഗോ ടു ദ മാർക്കറ്റ് വിത്ത് മൈ ഫ്രണ്ട്സ് നൗ. അതിൻ്റെ അകത്ത് കറക്റ്റ് ഫോം ചേർക്കാനാണ്. എന്താണ്? ഓപ്ഷൻ ബി ആണ് ഐ ആം ഗോയിങ്. ഓപ്ഷൻ ബി ഐ ആം ഗോയിങ് എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ദിസ് ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഈസ് ഡാഷ് എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ്. ദിസ് ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഈസ് ഡാഷ് എനി അതർ ബ്രാൻഡ് ഓഫ് ഫർണിച്ചർ ഇൻ ദ മാർക്കറ്റ്. ഓപ്ഷൻ സി ആണ് കോസ്റ്റ്ലിയർ ദാൻ. ഓപ്ഷൻ സി കോസ്റ്റ്ലിയർ ദാൻ.
അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ പെയർ ഓഫ് വേർഡ്സ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസസ്. ഡിസ്പൈറ്റ് ബീയിങ് ദ ഡാഷ് പാർട്ട്ണർ ഇൻ ദ റിലേഷൻഷിപ്പ്, ദ ഫ്രാഞ്ചൈസർ ഡസ് നോട്ട് ഓൾവേസ് ഹാവ് ഓൾ ദ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, ഡോമിനൻ്റ് ആൻഡ് അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. അടുത്തത്, വി ആർ ഹാപ്പി ദാറ്റ് അവർ ചീഫ് മിനിസ്റ്റർ വിത്ത് ദ മെമ്പർ ഓഫ് ഹിസ് ക്യാബിനറ്റ് ഡാഷ് ടു ബി പ്രസൻറ്റ് അറ്റ് ദ ഫങ്ഷൻ. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം? ഓപ്ഷൻ എ ആണ്, ഹിസ് ക്യാബിനറ്റ് ഈസ് ടു ബി പ്രസൻറ്റ് അറ്റ് ദ ഫങ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, വി മെറ്റ് അപ്പോൾ നോ സൂണർ ഹാഡ് ഷീ എൻറ്റേർഡ് ദ റൂം. ആൻസർ ഏതാണ്? ദാൻ ദ ലൈറ്റ് വെൻറ്റ് ഔട്ട് ആൻഡ് എവരിബഡി ബിഗാൻ ടു മേക്ക് സൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വി മെറ്റ് ഹെയർ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ സെഷൻ ഇൻ വിച്ച് ഷീ ഡാഷ് എ നൈസ് സ്പീച്ച്. എന്താണ്? ഷീ ഹാഡ് ഗിവൺ എ നൈസ് സ്പീച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗസ്റ്റ് അഡ്മയർഡ് മൈ പെയിൻറ്റിംഗ് ബട്ട് ദേ ഡാഷ് മൈ റൈറ്റിങ്സ്. മൈ guests admired my painting but they dash my writings. Seemed to have disliked. Option C, seemed to have disliked. അടുത്ത ക്വസ്റ്റ്യൻ, ഓർണിത്തോളജി മീൻസ് എന്താണ്? ഓപ്ഷൻ എ, സ്റ്റഡി ഓഫ് ബേർഡ്സ്. ഓർണിത്തോളജി സ്റ്റഡി ഓഫ് ബേർഡ്സ് ആണ് ഓർണിത്തോളജി. അടുത്തത്, സെലക്ട് ദ ഓൾട്ടർനേറ്റീവ് വേർഡ് ഫോർ distasteful from the following. Select the alternative word for distasteful. എന്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അൺപ്ലസൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ആരോഗ്യ ശരീരം, അരോഗ ശരീരം, ആരോഗ്യ ശരീരം, അരോഗ ശരീരം. ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്, അരോഗ ശരീരം. അരോഗ ശരീരം, രോഗമില്ലാത്ത ശരീരം. പോട്ടെ പ്ലസ് അവൻ ചേർത്തെഴുതിയാൽ ഓപ്ഷൻ സി ആണ് എന്ത് നമ്മുടെ ഉത്തരം. ഒന്നും പോട്ടവൻ എന്നുള്ളതും ശരിയാണ്, പോട്ടയവൻ എന്നുള്ളതും ശരിയാണ്, രണ്ടും ശരിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പിരിച്ചെഴുതുക. കാട്ടിനേൻ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? ഓപ്ഷൻ എ, കാട്ടി പ്ലസ് ഏൻ. അടുത്ത ക്വസ്റ്റ്യൻ 94, തെറ്റില്ലാത്ത വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൽ തെറ്റില്ലാത്ത ഓപ്ഷൻ ബി ആണ്, ഭാരതീയർ എല്ലാവരും സ്നേഹാദര ഭാവത്തോടു കൂടി വർത്തിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട് എന്നതിന് യോജിച്ച മലയാള വിവർത്തനം എടുത്തെഴുതുക. നോ ആക്ഷൻ സീംസ് ടു ബി കോൾഡ് ഫോർ ഓൺ അവർ പാർട്ട്, ഇതിന് യോജിച്ച മലയാള വിവർത്തനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നടപടി എടുക്കേണ്ടതായി തോന്നുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക. തേൻ എന്നർത്ഥം വരുന്ന പദമാണ് മധൂലി. ഓപ്ഷൻ ഡി, മധൂലി. അടുത്ത ക്വസ്റ്റ്യൻ, കൊത്തിക്കൊണ്ട് പറക്കാനും വയ്യ, ഇട്ടേച്ചു പോകാനും വയ്യ എന്നതിന് സമാന സന്ദർഭത്തിൽ പ്രയോഗിക്കാവുന്ന മറ്റൊരു പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മധുരിച്ചിട്ട് തുപ്പാനും മേല, കാച്ചിട്ടിറക്കാനും മേല. ഓക്കെ. അടുത്തത്, എതിർലിംഗം എഴുതുക. ചെട്ടിച്ചി. എന്താണ്? ചെട്ടിച്ചി എന്നുള്ളതിൻ്റെ എതിർലിംഗം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഉത്തരമില്ല, ഇവിടെ ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല, ഉത്തരം തെറ്റാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മഞ്ഞപ്പട്ടുടുത്തവൻ എന്നർത്ഥം വരുന്ന പദം എഴുതുക. മഞ്ഞപ്പട്ടുടുത്തവനാണ് ഓപ്ഷൻ ബി, പീതാംബരൻ. അടുത്തത്, ധൃതി എന്ന പദത്തിൻ്റെ അർത്ഥം. എന്താണ്? ധൃതി എന്നൊക്കെ നമ്മൾ പറയൂ അല്ലേ, അതിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്, ഉറപ്പ്, സ്ഥൈര്യം, തിടുക്കം, വേഗം. എല്ലാം ശരിയാണ് കേട്ടോ, ധൃതി എന്നുള്ളതിന്. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ കഴിഞ്ഞു. 2024 നടന്ന രണ്ടാം ഫേസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ
ക്വസ്റ്റ്യൻ പേപ്പർ കൂടുതൽ ചെയ്യുന്നതിലൂടെ നമുക്ക് ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ ഒരു രീതിയും ഏതൊക്കെ മേഖലകളിലാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടതും എന്നതിനെക്കുറിച്ചും അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ സീരീസ് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒരുമിച്ച് മുന്നേറാം. വിജയം നമുക്ക് തന്നെയുള്ളതാണ്, ഉറപ്പിക്കാം നമുക്ക്. എല്ലാവരും ക്ലാസ്സുകൾ കാണുക. നല്ല രീതിയിൽ പഠിച്ച് മുൻപോട്ട് പോകുക. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി തന്നെ നിങ്ങൾ. അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസുമായി മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.